ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. സോ നമ്മുടെ ഡെയിലി പവർ അവർ ലൈവ് സീരീസിൽ നമ്മൾ കുറേ ഫ്രേസസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? നൗൺ ഫ്രേസ്, പാർട്ടിസിപ്പിയൽ ഫ്രേസ്, ജെറൻ ഫ്രേസ്, ആഡ്വേർബിയൽ ഫ്രേസ്, അങ്ങനെ നമ്മൾ കുറേ സെറ്റ് ഓഫ് ഫ്രേസുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് സെറ്റ് നമുക്ക് സ്റ്റിൽ പെൻഡിങ് ഉണ്ടായിരുന്നു ആൻഡ് നമ്മൾ അത് വീഡിയോ ചെയ്തിടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? സോ അതിൽ രണ്ട് കുഞ്ഞു ഫ്രേസുകൾ, അതായത് വളരെ ചെറിയ ഫ്രേസുകൾ നമുക്ക് പറയാനാണെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാക്കാനാണെങ്കിൽ വളരെ ഈസി ആയിട്ട് രണ്ട് വാക്കിൽ രണ്ടോ മൂന്നോ സെൻറ്റൻസിൽ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന വളരെ ചെറിയ രണ്ട് ഫ്രേസുകൾ. പക്ഷേ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന പേരുകളായിരിക്കും ഈ രണ്ട് ഫ്രേസുകളുടെയും. അതാണ് ഈ രണ്ട് ഫ്രേസുകളുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. സോ നമുക്ക് ആ രണ്ട് ഫ്രേസുകൾ, അതായത് പോസിറ്റീവ് ഫ്രേസും അബ്സല്യൂട്ട് ഫ്രേസും ഇന്ന് പഠിക്കാം. ഓക്കെ, സോ ഒന്ന് ഡെഫിനറ്റ്ലി പോസിറ്റീവ് ഫ്രേസ് ആണ് ആൻഡ് അബ്സല്യൂട്ട് ഫ്രേസ്. കേൾക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചൊന്ന് കൺഫ്യൂസ്ഡ് ആവും, എന്താ പോസിറ്റീവ് ഫ്രേസ്, ഓക്കെ, എന്താ അപ്പോസിഷൻ എന്താണ്, അബ്സല്യൂട്ട് ഫ്രേസ് എന്താണ് എന്നൊരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാകും. ആൻഡ് ആ കൺഫ്യൂഷനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയിലൂടെ ക്ലിയർ ചെയ്യാം. ഓക്കെ, സോ ബേസിക്കലി പോസിറ്റീവ് ഫ്രേസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് രണ്ട് വാക്കുണ്ട് അല്ലേ? പോസിറ്റീവും ഉണ്ട്, ഫ്രേസും ഉണ്ട്. ഓക്കെ, പോസിറ്റീവ് എന്ന് വെച്ചാൽ എന്താ? ബൈ സൈഡ്. ഓക്കെ, അതായത് തൊട്ടടുത്ത് നിൽക്കുന്നതിനെയാണ് നമ്മൾ അപ്പോസിറ്റീവ് ഫ്രേസ് എന്ന് വിളിക്കുന്നത്. അപ്പോസിഷൻ എന്ന് വെച്ചാൽ ബൈ സൈഡ് കേട്ടോ. ഓക്കെ, സൈഡിലായിട്ട് നിൽക്കുന്നതിനെയാണ് അപ്പോസിറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ബൈ സൈഡ്, സൈഡിലായിട്ട് നിൽക്കുന്നത്, തൊട്ടടുത്ത് നിൽക്കുന്നത്. ഫ്രേസ് എന്ന് വെച്ചാൽ എന്താണ്? എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. ഓക്കെ, ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. അഗൈൻ ഇവിടെ ഫ്രേസ് എന്താണ്? ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. ഈ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് ഇല്ല എന്നുള്ളതാണ് കേട്ടോ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അതായത് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഒരു മീനിങ് ഫുൾ മാനറിലേക്ക് മാറണമെങ്കിൽ അത് എന്താവണം? അത് സെന്റൻസ് ആകണം, അല്ലെങ്കിൽ ക്ലോസ് ആവണം. ക്ലോസിന്റെ സ്ഥാനത്ത് നമ്മൾക്ക് എന്തുണ്ട്? സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് ഉണ്ട്. പക്ഷെ ഇവിടെ എന്തില്ല? സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് ഇല്ല എന്നുള്ളതാണ് കേട്ടോ സ്പെഷ്യാലിറ്റി. ഓക്കെ, സോ പോസിറ്റീവ് സൈഡിൽ നിൽക്കുന്ന ഫ്രേസ് അങ്ങനെയാണല്ലോ അല്ലെ നമ്മൾ കണ്ടത്. അബ്സല്യൂട്ട് എന്ന് പറയുമ്പോഴോ എക്സാക്ട്ലി അല്ലേ? ഓക്കെ, അപ്പൊ എക്സാക്ട് ആയിട്ട് നിൽക്കുന്ന, അബ്സല്യൂട്ട് ആയിട്ട് നിൽക്കുന്ന ഫ്രേസും അതേപോലെ സൈഡിലായിട്ട് അടുത്തായിട്ട് നിൽക്കുന്ന രണ്ട് ഫ്രേസുകൾ. ഓക്കെ, സോ ഫസ്റ്റ് വൺ അപ്പോസിറ്റീവ് ഫ്രേസ്. നമ്മൾ പറഞ്ഞ പോലെ എന്താ നോക്കാം. An appositive phrase is a noun phrase that renames or clarifies or provides additional identifying information about another noun or pronoun right beside it. ഓക്കെ, സോ എന്താണ് നമ്മൾ പറഞ്ഞ പോലെ തൊട്ടടുത്തായിട്ട് നിൽക്കുന്ന നൗണിൻ്റെയോ പ്രൊനൗണിൻ്റെയോ തൊട്ടടുത്തായി നിൽക്കുന്ന ഫ്രേസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഒരു അപ്പോസിറ്റീവ് ഫ്രേസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഈ അപ്പോസിറ്റീവ് ഫ്രേസിന്റെ ഫംഗ്ഷൻ എന്താണ്? ആ നൗൺ അല്ലെങ്കിൽ പ്രൊനൗണിനെ ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് കുറച്ചും കൂടെ മോർ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ക്ലാരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഈ ഡീറ്റെയിൽ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, മീൻസ് ഇപ്പം അക്ഷയ് the brightest student in this class is working hard. ഇതിൽ നോക്കും, the brightest student in this class എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്സ്ട്രാ ഇൻഫോർമേഷൻ ആണ് അല്ലേ? അതായത് അക്ഷയിനെ വീണ്ടും പറയാണ്. അക്ഷയ് ആരാണ്? അക്ഷയ് the brightest student in this class. അതായത് ഇവിടെ തന്നിരിക്കുന്ന ഈ സബ്ജക്റ്റും ഈ തന്നിരിക്കുന്ന ഈ ഫ്രേസും എന്താണ്? ഒരാളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു വസ്തുവിനെ തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് നമ്മൾ ഇതിന് സെപ്പറേറ്റ്ലി എന്ത് ചെയ്യുന്നില്ല, അക്ഷയ് ഈസ് എ ബ്രൈറ്റ് സ്റ്റുഡൻറ് എന്നൊന്നും പറഞ്ഞിട്ട് വേറൊരു സെന്റൻസിലേക്കൊന്നും മാറുന്നില്ല. ജസ്റ്റ് സബ്ജക്റ്റ് കൊണ്ടുവന്ന ഉടനെ നമ്മൾ സബ്ജക്റ്റ് പറഞ്ഞു, ആ പറഞ്ഞതിനോടൊപ്പം ഓക്കെ ഒരു സെറ്റ് ഓഫ് വേർഡ്സ് വെച്ചിട്ട് ആ സബ്ജക്റ്റിനെ നമ്മൾ വീണ്ടും ഡിസ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ ആ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഫ്രേസിനെയാണ്, ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അപ്പോസിറ്റീവ് ഫ്രേസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. സിമ്പിളാണ്, ഇത്ര കാര്യമുള്ളൂ. നോക്ക്, തന്നിരിക്കുന്ന സബ്ജക്റ്റിനെ മോഡിഫൈ ചെയ്തിട്ട്, അതായത് മോഡിഫൈ ചെയ്യുന്ന അഡ്ജക്റ്റീവ് പോലെയല്ല. ഇവിടെ നോക്കിയേ, ദ ബ്രൈറ്റസ്റ്റ് സ്റ്റുഡൻറ് ഇൻ ദിസ് ക്ലാസ്. എഗെയിൻ ഒരു നൗൺ ആണല്ലേ, അഡ്ജക്റ്റീവ് അല്ല. എഗെയിൻ എന്താണ്? നൗൺ ആണ്. ഒരു നൗണിനെ മറ്റൊരു നൗൺ കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒരു നൗൺ ഫ്രേസ് കൊണ്ട് നമ്മൾ ക്വാളിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഈ ക്വാളിഫൈ ചെയ്യുന്ന എന്താണ്? ഒരു അഡീഷണൽ ഇൻഫോർമേഷൻ ആണ്. പക്ഷെ ഇത് അഡ്ജക്റ്റീവ് ആണോ? അല്ല. ഈ അക്ഷയ് എന്ന് പറയുന്ന സബ്ജക്റ്റ് തന്നെയാണ് ഈ പറയുന്ന ദ ബ്രൈറ്റസ്റ്റ് സ്റ്റുഡൻറ് ഇൻ ദിസ് ക്ലാസ് എന്ന് പറയുന്ന നൗൺ ഫ്രേസ്. ഓക്കെ, അതിനെ നമ്മൾ വേറെ ഒരു ഓക്സിലറി വേർബോ ഒന്നും ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യുന്നുമില്ല. അങ്ങനെ തന്നെ ഒരു സ്പെഷ്യൽ വാക്ക് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഒരു സബ്ജക്റ്റിനെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? അപ്പോസിറ്റീവ് ഫ്രേസ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി
It renames a noun. The phrase functions like a second name for the noun it follows. Okay, ഒരു സെക്കൻഡ് നെയിം പോലെ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ എന്താണ്, ചിലപ്പോൾ മുൻപിൽ വരാം, ആ നൗണിന്റെ ഫ്രണ്ടിൽ വരാം, അല്ലെങ്കിൽ നൗണിന് ശേഷമായിരിക്കും ഭൂരിഭാഗ സമയത്ത് ഉണ്ടാകുന്നത്. ഇനി ഇതിന്റെ ഗ്രാമാറ്റിക്കൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മളിപ്പോൾ പറഞ്ഞു തന്നെ. ഇറ്റ് ഇസ് പ്ലേസ്ഡ് ഇൻ അപ്പോസിഷൻ. അപ്പോസിഷൻ എന്ന് വെച്ചാൽ എന്താണ്, നിയർ ബൈ കേട്ടോ. ബിസൈഡിനെയാണ് നമ്മൾ അപ്പോസിഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നിയർ ബൈ അല്ലെങ്കിൽ ബിസൈഡ് എന്ന് പറയുന്നതാണ് അപ്പോസിഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ടു ദ നൗൺ, മീനിങ് ദേ ഹാവ് the same grammatical function in the sentence. ഓക്കെ, സെയിം ഗ്രാമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ് വരുന്നത്. അതായത് സബ്ജക്റ്റ് എങ്ങനെയാണോ ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് എങ്ങനെയാണോ ആക്ട് ചെയ്യുന്നത് അതേ ഗ്രാമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ്. അതിന് വേറെ പ്രത്യേകിച്ച് ഒരു പാർട്ട് ഓഫ് സ്പീച്ചോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല, അല്ലെങ്കിൽ ഒരു ഗ്രാമാറ്റിക്കൽ ഫംഗ്ഷൻ വരുന്നില്ല. നമ്മൾ സബ്ജക്റ്റിനെയാണ് ക്വാളിഫൈ ചെയ്യുന്നതെങ്കിൽ അത് സബ്ജക്റ്റ് ആയിട്ട് തന്നെ നിൽക്കും. ഇനി ഒബ്ജക്റ്റിനെ ആണെങ്കിൽ ഒബ്ജക്റ്റ് ആയിട്ട് തന്നെ നിൽക്കും. ഓക്കെ, മീനിങ് ദേ ഹാവ് ദ സെയിം ഗ്രാമാറ്റിക്കൽ ഫംഗ്ഷൻ ഇൻ ദ സെന്റൻസ്. ഇഫ് the main noun is the subject, the appositive phrase is also relating to the subject. Okay, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കേട്ടോ. ഇതിന് എക്സാമ്പിൾസ് നോക്കിയേ. My grandfather, the family patriarch, is turning 80 next week. ഇവിടെ നോക്ക്, my grandfather. My grandfather എന്ന് പറയുന്നതിന് എന്ത് ചെയ്യാണ്, അതിനെ ഒന്നും കൂടെ, ഗ്രാൻഡ് ആരാണ്, ഓക്കെ, സ്പെഷ്യലി പറയുകയാണ് the family patriarch. ഓക്കെ, ഫാമിലിയുടെ ഹെഡായിട്ട് നിൽക്കുന്ന ആളാണ് എൻ്റെ ഗ്രാൻഡ് ഫാദർ. ഓക്കെ, ആ ഫാമിലി പാട്രിയാർക്ക് ആയിട്ടുള്ള എൻ്റെ ഗ്രാൻഡ് ഫാദർ അടുത്ത ആഴ്ച 80 തികയാണ്. ഓക്കെ, യെസ്. അടുത്ത സെന്റൻസ് നോക്ക്. വി വിസിറ്റഡ് ദ ആൻഷ്യൻ സിറ്റി ഓഫ് റോം. ഓക്കെ, ഇവിടെ നമ്മുടെ അപ്പോസിറ്റീവ് ഫ്രേസ് അല്ലെങ്കിൽ അപ്പോസിഷൻ ആയിട്ട് വരുന്നത് എന്താണ്, റോം ആണ് കേട്ടോ. ഓക്കെ, ഓഫ് റോം. കാരണം സിറ്റി എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെയാണ് ഇവിടെ എന്ത് ക്വാളിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് വീണ്ടും ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ക്ലാരിഫൈ ചെയ്യുന്നത്, റോം എന്ന് പറയുന്ന വാക്ക് ക്ലാരിഫൈ ചെയ്യുന്നത് കേട്ടോ. അതായത് നോക്കിയേ, ഇപ്പം മൈ ഗ്രാൻഡ് ഫാദർ സബ്ജക്റ്റ് ഇട്ടിട്ട് അതിന് നേരെ പുറകിൽ കോമ ഇട്ട് പറയുന്ന കേസിൽ മാത്രമല്ല എന്ത് വരുന്നത്, അപ്പോസിറ്റീവ് ഫ്രേസ് വരുന്നത്. ഇതേപോലെ സിറ്റി ഓഫ് റോം എന്നൊക്കെ പറയുന്ന പ്രപ്പസിഷൻ യൂസ് ചെയ്ത് നമ്മൾ കണക്ട് ചെയ്യുന്ന ടൈമിലും ഇവിടെ സിറ്റിയും റോമും ഒരേ സ്ഥലത്തെ തന്നെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ അതെന്താണ്, രണ്ട് നൗൺ ആണെങ്കിൽ ഒരെണ്ണം അപ്പോസിറ്റീവ് ഫ്രേസിലേക്ക് മാറും എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നോക്ക്. അവർ ക്യാറ്റ് എ ഫ്ലഫി പേർഷ്യൻ വിത്ത് ഗ്രീൻ ഐസ് സ്പെൻഡ്സ് ഓൾ ഡേ സ്ലീപ്പിംഗ്. നോക്കിയേ, അവർ ക്യാറ്റ് എങ്ങനെയാണുള്ള ക്യാറ്റാണ്, ഫ്ലഫി പേർഷ്യൻ വിത്ത് ഗ്രീൻ ഐസ്. ഓക്കെ, ഫ്ലഫി ആണ്. ഓക്കെ, ഫ്ലഫി പേർഷ്യൻ ക്യാറ്റ് ആണ്. ഓക്കെ, ആൻഡ് ഇത് അഡ്ജക്റ്റീവ് ആണോ, ഇത് അഡ്ജക്റ്റീവ് ആണോ, ഇത് അഡ്ജക്റ്റീവ് ആണോ അല്ലയോ എന്ന് ഉറപ്പിക്കാനായിട്ട് ഒരു വാക്ക് നമുക്കിവിടെയുണ്ട്, എ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ആണ്. ആർട്ടിക്കിൾ എപ്പോഴും ഒരു നൗണിന് ഫ്രണ്ടിലേ ഉണ്ടാവുള്ളൂ കേട്ടോ, അഡ്ജക്റ്റീവിന് ഫ്രണ്ടിലല്ല. ഒരു നൗൺ ഫ്രേസിന് മുൻപിലേ എന്തുണ്ടാവത്തുള്ളൂ, എ അല്ലെങ്കിൽ ദ, ആൻ എന്നൊക്കെ പറയുന്ന ആർട്ടിക്കിൾ നൗൺ ഫ്രേസിന് മുൻപിലേ നിർബന്ധമായിട്ടും ഉണ്ടാകുള്ളൂ കേട്ടോ. ഓക്കെ, അത് നിർബന്ധമാണ്, എപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പൊ നമുക്ക് എന്തുറപ്പിക്കാം, എ ഉള്ളത് കൊണ്ട് തന്നെ ഇത് നൗൺ ആണ്, അഡ്ജക്റ്റീവ് അല്ല. ഓക്കെ, അപ്പം അവർ ക്യാറ്റും ഫ്ലഫി പേർഷ്യൻ വിത്ത് ഗ്രീൻ ഐസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സാധനം തന്നെയാണ് അല്ലേ. ഓക്കെ, ഒന്ന് അവർ ക്യാറ്റ് എന്ന് പറയുന്നത് എൻ്റെ പൂച്ചയാണ്, ആൻഡ് ഫ്ലഫി പേർഷ്യൻ എന്ന് പറയുന്നതും എൻ്റെ പൂച്ച തന്നെയാണ്. ഓക്കെ, രണ്ടും ഒന്ന് തന്നെയാണ്. സോ അതിൽ രണ്ടാമത്തേത് എന്താണ്, രണ്ടാമത്തേത് അപ്പോസിറ്റീവ് ഫ്രേസ് എന്നറിയപ്പെടും കേട്ടോ, അപ്പോസിറ്റീവ് ഫ്രേസ്. ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സബ്ജക്ട് കോംപ്ലിമെന്റുമായിട്ട് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായി വരാം. കാരണം അവർ ക്യാറ്റ് ഇസ് എ ഫ്ലഫി പേർഷ്യൻ വിത്ത് ഗ്രീൻ ഐസ് എന്ന് പറയാന്ന് വിചാരിക്കാം. അവർ ക്യാറ്റ് ഇസ് എ ഫ്ലഫി പേർഷ്യൻ വിത്ത് ഗ്രീൻ ഐസ്. അവിടെ നമ്മൾ ഈസ് എന്ന് പറയുന്ന ലിങ്കിങ് വേർബ് ഉപയോഗിച്ചിട്ടാണ് അവർ ക്യാറ്റിനെയും ഫ്ലഫി പേർഷ്യൻ വിത്ത് ഗ്രീൻ ഐസിനെയും കണക്ട് ചെയ്തിരിക്കുന്നത്. അവിടെ നോക്കിയേ, അവർ ക്യാറ്റിനെ എങ്ങനെയുള്ള ക്യാറ്റാണ് എന്ന് വേറൊരു നൗൺ വെച്ചിട്ട് വിശേഷിപ്പിക്കുകയാണല്ലേ ചെയ്യുന്നത്. ആൻഡ് ഇതും അതുമായിട്ടുള്ള ബേസിക് ഡിഫറൻസ് എന്താ, പോസിറ്റീവ് ഫ്രേസ് സബ്ജക്ട് കോംപ്ലിമെന്റുമായിട്ടുള്ള ബേസിക് ഡിഫറൻസ് എന്താണ്, അവിടെ ലിങ്കിങ് വേർബ് വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെ ഒരു ലിങ്കിങ് വേർബ് ഉണ്ടോ, ഇല്ല. ഞങ്ങളുടെ പൂച്ച, ഓക്കെ, ഫ്ലഫി പേർഷ്യൻ ഗ്രീൻ ഐസ് ഉള്ള ഞങ്ങളുടെ പൂച്ച. ഓക്കെ, എഗെയിൻ എന്ത് ചെയ്യാണ്, അത് ഒരു ലിങ്കിങ് വേർബ് ഒന്നും വെച്ചിട്ടല്ലാതെ ജസ്റ്റ് പറഞ്ഞ ഉടനെ ഡയറക്റ്റ്ലി പറയുകയാണ് പൂച്ചയുടെ സ്പെഷ്യാലിറ്റി, അല്ലെങ്കിൽ ആ പൂച്ചയുടെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ക്ലാരിഫൈ ചെയ്യുന്ന ഫാക്ടർ ആ പറഞ്ഞ ഉടനെ തന്നെ, സബ്ജക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഉടനെ തന്നെ വേറൊരു ലിങ്കിങ് വേർബും കൊണ്ടുവരാതെ ഡയറക്റ്റ്ലി പറയുമ്പോഴാണ് അപ്പോസിറ്റീവ് ഫ്രേസ് ആവുന്നത് കേട്ടോ. ലിങ്കിങ് വേർബ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് എന്തായി,
സബ്ജക്ട് കോംപ്ലിമെന്റ് ആയി മാറി. ഓക്കെ, ദ ടോളസ്റ്റ് ബിൽഡിംഗ് ബുർജ് ഖലീഫ ഈസ് ഇൻ ദുബായ്. അപ്പൊ നോക്കിയേ, ടോളസ്റ്റ് ബിൽഡിംഗ് എവിടെ? ഓക്കെ, ബുർജ് ഖലീഫ ഇസ് ഇൻ ദുബായ്. രണ്ടും ഒന്നാണല്ലേ, ടോളസ്റ്റ് ബിൽഡിങ്ങും ഓക്കെ ബുർജ് ഖലീഫയും എന്താണ്? ഒന്നാണ്. ഓക്കെ, അപ്പൊ രണ്ടാമത്തേത് എന്തായിട്ട് വരും? ഓട്ടോമാറ്റിക്കലി അപ്പോസിറ്റീവ് ഫ്രേസ് ആയിട്ട് വരും. നമുക്ക് എന്ത് ചെയ്യാം? അബ്സല്യൂട്ട് ഫ്രേസിനെയും കൂടെ നോക്കാം, എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം കേട്ടോ. അബ്സല്യൂട്ട് ഫ്രേസ് എന്ന് വെച്ചാൽ എന്താണ്? ബേസിക്കലി അബ്സല്യൂട്ട് ഫ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസിനെ, നമുക്കൊരു സെന്റൻസിൽ ഡിപെൻഡന്റ് ക്ലോസ് ഉണ്ടാകാം, ഇൻഡിപെൻഡന്റ് ക്ലോസ് ഉണ്ടാകും, മേ ബി 2 ഇൻഡിപെൻഡന്റ് ക്ലോസുകളായിരിക്കാം. ഓക്കെ, എനിവേ ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസിനെ അല്ലെങ്കിൽ ഒരു സെന്റൻസിനെ കംപ്ലീറ്റ്ലി ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന, ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് ഫ്രേസ് എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾസ് നോക്കുമ്പോൾ കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. An absolute phrase is a phrase that modifies an entire independent clause, the main sentence, rather than a single word within it. എന്താ പറയുന്നത്? നമ്മൾ ഇത്രയും നേരം ഫ്രേസ് പഠിച്ച സമയത്ത് ഒരു പെർട്ടിക്കുലർ വേർഡിനെ, നൗൺ ഫ്രേസ് ആണെങ്കിലും അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് ഫ്രേസ് ആണെങ്കിലും ആഡ്വേർബിയൽ ഫ്രേസ് ആണെങ്കിലും ഒക്കെ എന്താണ്? ഒരു പെർട്ടിക്കുലർ വേർഡിനെയാണ് അവിടെ ക്ലാരിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അബ്സല്യൂട്ട് ഫ്രേസിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ഒരു പെർട്ടിക്കുലർ വേർഡിനെ അല്ല, ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസിനെ മുഴുവനായിട്ട് അല്ലെങ്കിൽ ഒരു സെന്റൻസിനെ കംപ്ലീറ്റ് ആയിട്ട്, അതായത് സെന്റൻസിലെ മെയിൻ ക്ലോസിനെ കംപ്ലീറ്റ്ലി ഡിസ്ക്രൈബ് ചെയ്യുന്നവരെയാണ് അല്ലെങ്കിൽ ക്ലാരിഫൈ ചെയ്യുന്നവരെയാണ്, മോഡിഫൈ ചെയ്യുന്നവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അബ്സല്യൂട്ട് ഫ്രേസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇറ്റ് യൂഷ്വലി പ്രൊവൈഡ്സ് കോണ്ടെക്സ്റ്റ്, കണ്ടീഷൻ ഓർ എ കോസ് ഓർ എ റീസൺ ഫോർ ദ മെയിൻ ആക്ഷൻ. ഓക്കെ, ഇത് നോർമലി എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന പറയുന്നത്? ഒരു കോണ്ടെക്സ്റ്റ് പറഞ്ഞു തരും, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ പറഞ്ഞു തരും, അല്ലെങ്കിൽ ഒരു ആക്ഷൻ. ഓക്കെ, ഒരു സെന്റൻസിൽ എന്താണ്? ഒരു ആക്ഷൻ ഉണ്ടാവും അല്ലേ, ആ ആക്ഷന്റെ കോസ് അല്ലെങ്കിൽ റീസൺ പറഞ്ഞു തരും. ഓക്കെ, ഇത്രയും പോസിബിലിറ്റി എന്ത് തരുന്നുണ്ട്? അബ്സല്യൂട്ട് ഫ്രേസ് തരുന്നുണ്ട് കേട്ടോ. ആൻഡ് അബ്സല്യൂട്ട് ഫ്രേസിന്റെ മാത്രം ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, അവിടെ നമുക്ക് എന്തിനെ കാണാൻ പറ്റും? വെർബിനെ കാണാൻ പറ്റും. ആൻഡ് ഈ വെർബ് അതിന്റെ ശരിക്കുള്ള ഫോമിലാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളതാണ് കേട്ടോ. നമുക്ക് കാണാം. മോഡിഫൈ ദ ഹോൾ സെന്റൻസ്, ഇറ്റ് ഡിസ്ക്രൈബ്സ് എ കണ്ടീഷൻ ഓർ സർക്കംസ്റ്റൻസ് റിലേറ്റഡ് ടു ദ ആക്ഷൻ ഓഫ് ദ മെയിൻ ക്ലോസ്. ഇനി ഇതിന്റെ ഗ്രാമാറ്റിക്കലി ഇൻഡിപെൻഡൻസ് എങ്ങനെ വരുന്നത് നോക്കാം. ഇറ്റ് കണ്ടെയ്ൻസ് ഇറ്റ്സ് ഓൺ നൗൺ ഓർ പ്രനൗൺ ആൻഡ് എ മോഡിഫയർ, ഓഫൺ എ പാർട്ടിസിപ്പിൾ, ബട്ട് ഇറ്റ് ലാക്സ് എ ഫൈനൈറ്റ് verb. So it cannot stand alone as a complete sentence. If removed, the main clause remains grammatically complete. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അബ്സല്യൂട്ട് ഫ്രേസ് കാണുന്ന സമയത്ത് അവിടെ നമ്മൾ എന്തിനെ കാണും? അവിടെ നമ്മൾ വെർബിനെ കാണും. ആ വെർബ് ശരിക്കും വെർബാണോ എന്ന് ചോദിച്ചാൽ അല്ല. അതെന്താണ്? അതൊരു ഇൻഫൈനൈറ്റ് വെർബാണ്. ഇൻഫൈനൈറ്റ് വെർബ് എന്ന് വെച്ചാൽ പാർട്ടിസിപ്പിൾ. നമ്മുടെ V3 ഇല്ലേ, V1 V2 V3 V3 ഹാവോ, ഹാസോ, ഹാഡോ അല്ലെങ്കിൽ ഈസാമാർ, ഓസ്വേർ ഒന്നും ഇല്ലാതെ, അതായത് ഓക്സിലറി വേർബുകൾ ഇല്ലാതെ തനിച്ച് നമ്മുടെ സബ്ജക്റ്റിന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ അത് ഇൻഫൈനൈറ്റ് വെർബാണ് കേട്ടോ. ഓക്കെ, ഇൻഫൈനൈറ്റ് വെർബാണ്. അല്ലെങ്കിൽ നമ്മുടെ ING ഫോം ഓക്സിലറി വേർബുകൾ ഇല്ലാതെ തനിച്ച് നിൽക്കുകയാണെങ്കിൽ അതെന്താണ്? ഇൻഫൈനൈറ്റ് വെർബാണ്. ഓക്കെ, ഇൻഫൈനൈറ്റ് വെർബാണ്. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇൻഫൈനൈറ്റിനെയും ഫൈനൈറ്റിനെയും ഒക്കെ കാണും. എന്താ ഫൈനൈറ്റ് എന്ന് പറയുന്നത്? ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമലി ഉള്ള എല്ലാ വേർബുകളും ഫൈനൈറ്റ് വേർബുകളാണ്. ഓക്കെ, ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെന്റൻസിൽ നമ്മുടെ ജെറണ്ട് വന്നു കഴിഞ്ഞാൽ, അതേപോലെ ഇൻഫിനിറ്റീവ് ഫോം വന്നു കഴിഞ്ഞാൽ, 2+V റൂട്ട് ഫോം, ഓക്കെ, അത് വന്നാൽ, അതേപോലെ പാർട്ടിസിപ്പിൾസ് വന്നാൽ, V3 V4 എന്ന് വെച്ചാൽ V3 എന്ന് പറയുന്നത് നമ്മുടെ ഹാവ്, ഹാസ്, ഹാഡിന്റെ കൂടെ യൂസ് ചെയ്യുന്ന V3. അതെങ്ങനെ വന്നാൽ? ഹാവ്, ഹാസ്, ഹാഡ് ഇല്ലാതെ തനിച്ചു വരുവാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ING ഫോം തന്നെ ഓക്സിലറി വേർബ് ഇല്ലാതെ തന്നെ വരുവാണെങ്കിലും അതെന്താണ്? ഇൻഫൈനൈറ്റ് വേർബ്സ് ആണ് കേട്ടോ. ഇൻഫൈനൈറ്റ് വേർബ്സ് ആണ്. ഓക്കെ, ഇനി ഇതിന്റെ ഒരു ടിപ്പിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഒരു നൗൺ അല്ലെങ്കിൽ പ്രനൗൺ ഉണ്ടാവും, അതേപോലെ എന്തുണ്ടാവും? ഒരു പാർട്ടിസിപ്പിൾ ഉണ്ടാവും. പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് V3 അല്ലെങ്കിൽ V4നെയാണ് കേട്ടോ നമ്മൾ പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, V3 അല്ലെങ്കിൽ V4നെയാണ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി മോഡിഫയേഴ്സ് ഉണ്ടാകാം. ഓക്കെ, ഇതിന്റെ കൂടെ എന്ത് വരാം? ഓക്കെ, പാർട്ടിസിപ്പിളിന് മോഡിഫയേഴ്സ്, അല്ലെങ്കിൽ നൗണിന് മോഡിഫയേഴ്സ്. ഓക്കെ, ഇത്രയും പോസിബിലിറ്റി എന്തിനുണ്ട്? അബ്സല്യൂട്ട് ഫ്രേസിനുണ്ട്. ജസ്റ്റ് നമുക്ക് ഇതിന്റെ എക്സാമ്പിൾസ് ഒന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ നോക്കാം. The hikers continued their ascent, their flashlights barely penetrating the fog. ഇതിൽ അബ്സല്യൂട്ട് ഫ്രേസ് എന്താ വരുന്നത്? ഇതിൽ കറക്റ്റ് ഇൻഫൈനൈറ്റ് അല്ലാതെ ഫൈനൈറ്റ് വെർബ് ഏതാ വരുന്നത്? ഹൈക്കേഴ്സ് സബ്ജക്റ്റ് ആണ്, കണ്ടിന്യൂഡ് വേർബ് ആണല്ലേ സബ്ജക്റ്റ് വെർബ്. അപ്പം ഇത് ഇൻഡിപെൻഡന്റ് ക്ലോസ്.
ദ ഹൈക്കേഴ്സ് കണ്ടിന്യൂഡ് ദെയർ അസെന്റ്. ഇനി എന്താണ് അതിന് അഡീഷണൽ ഇൻഫർമേഷൻ എന്താ വരുന്നത്? ദെയർ ഫ്ലാഷ് ലൈറ്റ്സ് ബെയർലി പെനിട്രേറ്റിംഗ് ദ ഫോഗ്. ഓക്കെ, അവരുടെ ഫ്ലാഷ് ലൈറ്റുകൾ എന്ത് ചെയ്തില്ല? ഫോഗിനെ മറികടന്ന് അല്ലെങ്കിൽ പെനിട്രേറ്റ് ചെയ്ത് പോയില്ല എന്നാണ് പറയുന്നത്. ബെയർലി അല്ലേ പറഞ്ഞ, അതുകൊണ്ട് എന്താണ് നെഗറ്റീവ് സെന്റൻസ് ആണ്, പോയില്ല എന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ പെനിട്രേറ്റിംഗ് ING ഫോം ആണ്. ING ഫോം ഓക്സിലറി വേർബിന്റെ കൂടെ അല്ല നിൽക്കുന്നത് അല്ലേ? ING ഫോം ഓക്സിലറി വേർബിന്റെ കൂടെ അല്ല നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ING ഇവിടെ എന്തല്ല? വെർബായിട്ടല്ല ആക്ട് ചെയ്യുന്നത്. ഓക്കെ, വെർബായിട്ടല്ല ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? പാർട്ടിസിപ്പിൾ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? നൗൺ കിട്ടി. ദെയർ ഫ്ലാഷ് ലൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? നൗണ് കിട്ടി. നൗണിനോടൊപ്പം എന്തും കിട്ടി? പാർട്ടിസിപ്പിളും കിട്ടി. സെന്റൻസ് അല്ലെങ്കിൽ ഈ സെറ്റ് എന്താണ്? അബ്സല്യൂട്ട് ഫ്രേസ്. എന്ത് ഫ്രേസ് ആണ്? അബ്സല്യൂട്ട് ഫ്രേസ് ആണ് കേട്ടോ. ഹെർ വോയിസ് ട്രെംബ്ലിംഗ്. ഓക്കെ, ഇപ്പൊ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? വോയിസ് നൗൺ ഉണ്ട്. ട്രെംബ്ലിംഗ് എന്ന് പറയുന്നത് ING ഫോം ആണ്. ING ഫോമിന്റെ കൂടെ എന്തില്ല? ഈസാമാർ ഓസ്വേർ എന്ന് പറയുന്ന ഓക്സിലറി വേർബുകൾ ഇല്ല. അപ്പൊ ഇതെന്തല്ല? വെർബ് അല്ല, പാർട്ടിസിപ്പിൾ ആണ്. നൗണും പാർട്ടിസിപ്പിളും വന്നാൽ അതെന്താണ്? അബ്സല്യൂട്ട് ഫ്രേസ് കേട്ടോ. ഷീ ആക്സെപ്റ്റഡ് ദ അവാർഡ്. ഷീ ആക്സെപ്റ്റഡ് ദ അവാർഡ്. ഇത് സബ്ജക്റ്റ് വെർബ്, നമ്മുടെ ഇൻഡിപെൻഡന്റ് ക്ലോസ്. ഹി വാച്ച്ഡ് ദ ക്രൗഡ്, ആംസ് ക്രോസ്ഡ് ആൻഡ് എ ഫ്രോൺ ഓൺ ഹിസ് ഫേസ്. നോക്കിയേ, ഹി വാച്ച്ഡ് ദ ക്രൗഡ്. സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്. ഇൻഡിപെൻഡന്റ് ക്ലോസിനെ കിട്ടി. ആള് വാച്ച് ചെയ്തു എന്നാ പറയുന്നത്. ഇനി എങ്ങനെ? ആംസ് ക്രോസ്ഡ്. ഓക്കെ, കൈയൊക്കെ കെട്ടി നിന്ന്. ആൻഡ് ഫ്രോൺ ഓൺ ഹിസ് ഫേസ്. ഓക്കെ, ഇവിടെ ഇത് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? അബ്സല്യൂട്ട് ഫ്രേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അബ്സല്യൂട്ട് ഫ്രേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ദ അസൈൻമെന്റ് ബീയിങ് കംപ്ലീറ്റ്, ദ സ്റ്റുഡന്റ് ടുക്ക് എ ബ്രേക്ക്. ദ സ്റ്റുഡന്റ് ടുക്ക് എ ബ്രേക്ക് എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ് അല്ലേ? ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ്. അപ്പം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഏതാണ്? അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുന്ന ഏതാണ്? ഈ നമ്മുടെ ഇൻഡിപെൻഡന്റ് ക്ലോസും ഡിപ്പെൻഡന്റ് ക്ലോസും വരില്ലേ? അതായത് ഇഫ് ഐ വർക്ക് ഹാർഡ് ഐ വിൽ പാസ്. അതിലെ ഇൻഡിപെൻഡന്റ് ഏതാണ്? ഐ വിൽ പാസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ്. ഇഫ് ഐ വർക്ക് ഹാർഡ് എന്ന് പറയുന്നത് എന്താണ്? ഡിപ്പെൻഡന്റ് ആണ്. ഇഫ് ഐ വർക്ക് ഹാർഡ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ഫ്രേസ് ആണോ? അല്ല കേട്ടോ, അബ്സല്യൂട്ട് ഫ്രേസ് അല്ല. ഇൻഡിപെൻഡന്റും ഡിപ്പെൻഡന്റും ക്ലോസ് അല്ല കേട്ടോ ഇത് വരുന്നത്. അത് ക്ലോസിലേക്ക് മാറി. ഇവിടെ എന്ത് വരുന്നില്ല? ക്ലോസ് അല്ല വരുന്നത്, ഫ്രേസ് ആണ് വരുന്നത് കേട്ടോ. ക്ലോസ് ഫ്രേസും ആയിട്ടുള്ള ബേസിക് ഡിഫറൻസ് എന്താണ്? ക്ലോസിൽ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ഉണ്ട്, ഇവിടെ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ഇല്ല. അപ്പൊ നമ്മൾ ഈ കാണുന്ന ദ അസൈൻമെന്റ് ബീയിങ് കംപ്ലീറ്റ്, ഈ ബീയിങ് കംപ്ലീറ്റ് എന്താണ്? വെർബാണോ? അല്ല കേട്ടോ. ഇതെന്താണ്? ഇത് പാർട്ടിസിപ്പിൾ ആണ്. ഓക്കെ, ഇത് പാർട്ടിസിപ്പിൾ മാത്രമാണ്. ഇത് നൗണാണ്, ഇത് പാർട്ടിസിപ്പിൾ ആണ്. നൗണും പാർട്ടിസിപ്പിളും. ഓക്കെ, നൗണും പാർട്ടിസിപ്പിളും വന്നത് എന്താണ്? ഫ്രേസ് ആണ്, ക്ലോസിലേക്ക് മാറില്ല കേട്ടോ. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്തു നോക്കാം. അതിന് മുന്നേ ജസ്റ്റ് ഒന്നും കൂടെ പറയാണ്. അപ്പോസിറ്റീവ് ഫ്രേസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ, എനിവേ നൗണിനെ ജസ്റ്റ് വേറെ ഒരു ലിങ്കിങ് വെർബും ഇല്ലാതെ ഡയറക്ട്ലി മറ്റൊരു നൗൺ വെച്ചിട്ട് അല്ലെങ്കിൽ നൗൺ ഫ്രേസ് വെച്ച് വിശേഷിപ്പിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? അപ്പോസിറ്റീവ് ഫ്രേസ് എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് ഫ്രേസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസിനെ കംപ്ലീറ്റ്ലി വിശേഷിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? നൗൺ ഉണ്ടാവും, പാർട്ടിസിപ്പിൾ ഉണ്ടാവും. പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് V3 ഫോം ആണ്. ഹാവ്, ഹാസ്, ഹാഡിന്റെ കൂടെ വെർബിനെ യൂസ് ചെയ്യുന്ന ഫോമാണ് V3 ഫോം. ആൻഡ് V4 ആണ് ഓക്കെ എന്തെന്ന് പറയുന്നത്? പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ING ഫോം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. നമുക്ക് എന്നിട്ട് എന്ത് ചെയ്യാം? ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, identify the appositive phrase in the following sentence. The cheetah, the world's fastest land animal, is a skilled hunter. ഓക്കെ, ഇതിലെ അപ്പോസിറ്റീവ് ഫ്രേസ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോസിറ്റീവ് ഫ്രേസ് ഏതാണെന്ന് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പറഞ്ഞൂടെ? ഏതാണ് അപ്പോസിറ്റീവ് ഫ്രേസ്? ഏതാണ് വരുന്നത്? നമ്മുടെ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ്, എനിവേ നൗണിനെ അതേപോലെ വിശേഷിപ്പിക്കുന്ന കേട്ടോ. നൗണിനെ മറ്റൊരു ലിങ്കിങ് വേർബും ഇല്ലാതെ അത് പറഞ്ഞ ഉടനെ തന്നെ ഒരു കോമയൊക്കെ ഇട്ട് അല്ലെങ്കിൽ കോമ ഇട്ടോ കോമ ഇടാതെയോ വിശേഷിപ്പിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? അപ്പോസിറ്റീവ് ഫ്രേസ് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്കിവിടെ ചീറ്റ ഉണ്ട്, സബ്ജക്റ്റ് ഉണ്ട്. ദ വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ആനിമൽ അല്ലേ? രണ്ടും ഒന്നല്ലേ? ചീറ്റ ഒന്നാണ്, ദ വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ആനിമൽ ഓക്കെ ലാൻഡ് ആനിമൽ രണ്ടും ഒന്നാണ്. രണ്ടും ഒന്നാണെങ്കിൽ ഇത് ലിങ്കിങ് വേർബ് ഉപയോഗിച്ചല്ല കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇതെന്താണ്? അപ്പോസിറ്റീവ് ഫ്രേസ് ആണ്. അപ്പോസിറ്റീവ് ഫ്രേസ് ദ വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ലാൻഡ് ആനിമൽ ആണ് പോസിറ്റീവ് ഫ്രേസിൽ വരുന്നത്. ഏതാ വന്നേ? ദ വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ലാൻഡ് ആനിമൽ. ആൻസർ ബി. വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കത്തില്ലേ?
അപ്പോസിറ്റീവ് ഫ്രേസ് എന്താണെന്ന് അറിയുവാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ആൻസർ കണ്ടുപിടിക്കാം കേട്ടോ. സെക്കൻഡ് വൺ നോക്ക്. വാട്ട് ഇസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ദ ഫ്രേസ് എ ബ്രില്യൻ എഞ്ചിനീയർ ഇൻ ദ സെന്റൻസ് മൈ കൊളീഗ് എ ബ്രില്യൻ എഞ്ചിനീയർ സോൾവ് ദ പ്രോബ്ലം ക്വിക്ക്ലി? ആൻഡ് ഇവിടുത്തെ ഓപ്ഷൻസ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് നോർമലി തരുന്ന പോലെ അബ്സല്യൂട്ട് ഫ്രേസ്, അപ്പോസിറ്റീവ് ഫ്രേസ് ഇങ്ങനെയൊന്നും അല്ല തന്നിരിക്കുന്നത്. ടു മോഡിഫൈ ദ വേർബ് സോൾവ്, അതായത് അ ബ്രില്യൻറ്റ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന ഈ പോർഷൻ, അ ബ്രില്യൻറ്റ് എഞ്ചിനീയർ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ പോർഷൻ വേർബ് ആയിട്ടുള്ള സോൾഡിനെ മോഡിഫൈ ചെയ്യുന്നതാണ്. ആണോ? സെക്കൻഡ് വൺ നോക്ക്. ടു റീനെയിം ആൻഡ് ഡിസ്ക്രൈബ് ദ നൗൺ മൈ കൊളീഗ്, മൈ കൊളീഗിനെ റീനെയിം ചെയ്യുന്നതാണ് എന്നാണ് പറയുന്നത്. സി നോക്ക്. ടു ആക്ട് ആസ് ദ മെയിൻ പ്രെഡിക്കേറ്റ് ഓഫ് ദ സെന്റൻസ്. മെയിൻ പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ, പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്റ്റ് വെർബിന് പോർഷൻ, ഓക്കെ, വെർബിന് ശേഷം വരുന്ന പോർഷൻ കേട്ടോ. വെർബും വെർബിന് ശേഷം വരുന്ന പോർഷനെയാണ് നമ്മൾ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പ്രെഡിക്കേറ്റിലാണോ വരുന്നത്? അല്ല അല്ലേ, നമ്മുടെ സബ്ജക്റ്റിനോടൊപ്പം അല്ലേ വരുന്നത്, വെർബിന് ഫ്രണ്ടിലാണ് വരുന്നത്. പ്രെഡിക്കേറ്റ് ആണോ? അല്ല. ഇനി ടു ഡിസ്ക്രൈബ് ദ കണ്ടീഷൻ ഓഫ് ദ എൻറ്റയർ ഇൻഡിപെൻഡന്റ് ക്ലോസ്. ടു ഡിസ്ക്രൈബ് ദ കണ്ടീഷൻ ഓഫ് ദ എൻറ്റയർ ഇൻഡിപെൻഡന്റ് ക്ലോസ്. ഈ സാധനം എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? അബ്സല്യൂട്ട് ഫ്രേസ്. അബ്സല്യൂട്ട് ഫ്രേസ് ആണ് എൻറ്റയർ ഇൻഡിപെൻഡന്റ് ക്ലോസിനെ കംപ്ലീറ്റ്ലി പറഞ്ഞു തരുന്നത് കേട്ടോ. ഇവിടെ തന്നിരിക്കുന്നത് എന്താ? മൈ കൊളീഗ് എ ബ്രില്യൻ എഞ്ചിനീയർ. അപ്പം മൈ കൊളീഗും എ ബ്രില്യൻ എഞ്ചിനീയറും ഒരാളാണ് അല്ലേ? ഒരാളാണ് എന്ന് പറയുമ്പോൾ ഇതെന്താണ്? അപ്പോസിറ്റീവ് ഫ്രേസ് ആണ്. ഇനി അപ്പോസിറ്റീവ് ഫ്രേസ് വെർബിനെയാണോ ക്വാളിഫൈ ചെയ്യുന്നത്? അല്ല, അത് എപ്പോഴും ഒരു നൗൺ അല്ലെങ്കിൽ പ്രൊനൗണിനെയാണ് ക്വാളിഫൈ ചെയ്യുന്നത്. ടു റീനെയിം ആൻഡ് ഡിസ്ക്രൈബ് ദ നൗൺ മൈ കൊളീഗ്, പോസിബിലിറ്റി ഉണ്ടല്ലേ? യെസ്. ടു ആക്ട് ആസ് മെയിൻ പ്രെഡിക്കേറ്റ് ഓഫ് ദ സെന്റൻസ്. പ്രെഡിക്കേറ്റ് ആണോ ഇത്? പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ വെർബും വെർബിന് ശേഷം വരുന്ന പോർഷനും. ഓക്കെ, വെർബിലേക്ക് വരുന്നുണ്ടോ ഇത്? ഇല്ല, വെർബിന് മുന്നിലാണ് വരുന്നത്, അതുകൊണ്ട് പ്രെഡിക്കേറ്റ് അല്ല. ടു ഡിസ്ക്രൈബ് ദ കണ്ടീഷൻ ഓഫ് ദ എൻറ്റയർ ഇൻഡിപെൻഡന്റ് ക്ലോസ്, അത് അബ്സല്യൂട്ട് ഫ്രേസ് അല്ലേ? പോസിറ്റീവ് ആണോ? അല്ല. അപ്പൊ ആൻസർ എന്താണ്? ടു റീനെയിം ആൻഡ് ഡിസ്ക്രൈബ് ദ നൗൺ മൈ കൊളീഗ്. ഓക്കെ, മൈ കൊളീഗും അതേപോലെ ബ്രില്യൻ എഞ്ചിനീയറും ഇവിടെ ഒരാളാണ് അല്ലെങ്കിൽ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് എന്താണ് ആൻസർ വരുന്നത്? ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. തേർഡ് വൺ നോക്ക്. ഐഡന്റിഫൈ ദ അബ്സല്യൂട്ട് ഫ്രേസ് ഇൻ ദ ഫോളോയിങ് സെന്റൻസ്. ദ സൺ ഹാവിംഗ് സെറ്റ് വി പാക്ഡ് അപ്പ് അവർ ഗിയർ ആൻഡ് ഹെഡഡ് ഹോം. ആൻസർ എന്ത് വരും? ഐഡന്റിഫൈ ദ അബ്സല്യൂട്ട് ഫ്രേസ് ഇൻ ദ ഫോളോയിങ് സെന്റൻസ്. The sun having set, we packed up our gear and headed home. ഇവിടെ we packed up our gear ഉണ്ട് and headed home ഉണ്ട്. The sunlight having set ഉണ്ട്, up our gear ഉണ്ട്. ഇതിൽ ഏതായിരിക്കും അബ്സല്യൂട്ട് ഫ്രേസ് ആയിട്ട് വരുന്നത്? ഇതിലെ ഇൻഡിപെൻഡന്റ് സെന്റൻസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ക്ലോസ് ഏതാന്ന് നോക്കിയാൽ മതി. ഇൻഡിപെൻഡന്റ് ക്ലോസ് നമുക്കിവിടെ രണ്ട് വെർബിനെ കാണാൻ പറ്റും. ഒന്ന് ഹാവിങ് കിട്ടും, അതേപോലെ പാക്ഡ് കിട്ടും അല്ലേ? ഇതിൽ ഹാവിങ് നിൽക്കുന്നത് ഓക്സിലറി വേർബ് ഇല്ലാതെയാണ് എന്ന് പറയുമ്പോൾ ഈ ഹാവിങ് ഇവിടെ വെർബ് അല്ല, എന്താണ്? പാർട്ടിസിപ്പിൾ ആണ്. വി പാക്ഡ് എന്ന് പറയുന്നത് സബ്ജക്റ്റും വെർബും അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്തിനെ കിട്ടി? അബ്സല്യൂട്ട് ഫ്രേസിനെ കിട്ടി. ദ സൺ ഹാവിങ് സെറ്റ് ആണ് ഇവിടുത്തെ അബ്സല്യൂട്ട് ഫ്രേസ്. ഓക്കെ, അതായത് ഇത് നോക്ക്, ഇത് ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ്. വി പാക്ഡ് എങ്ങനെ കിട്ടും? വി സബ്ജക്റ്റ് ആണ്, പാക്ഡ് എന്ന് പറയുന്ന വെർബാണ്, ബാക്കിയുള്ള പോർഷൻ എന്താണ്? ഇതിന്റെ പ്രെഡിക്കേറ്റ് ആയിട്ട് വരുന്ന പോർഷൻ. ഓക്കെ, അതായത് ഇൻഡിപെൻഡന്റ് ക്ലോസിൽ വരുന്ന ബാക്കി പോർഷൻ. നമുക്ക് സബ്ജക്റ്റ് വെർബും കിട്ടിക്കഴിഞ്ഞാൽ ആ തന്നിരിക്കുന്ന സെന്റൻസ് എന്താണ്? ഇൻഡിപെൻഡന്റ് ആണല്ലേ? ഓക്കെ, അതിൽ വേറെ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആയത് ഒന്നും കയറി വരുന്നില്ലെങ്കിൽ അതെന്താണ്? ഇൻഡിപെൻഡന്റ് ക്ലോസ് തന്നെയാണ്. അപ്പോൾ വി പാക്ഡ് അപ്പ് അവർ ഗിയർ ആൻഡ് ഹെഡഡ് ഹോം വന്നു. ഇതെന്താണ്? ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ്. ഇൻഡിപെൻഡന്റ് ക്ലോസിനെ മോഡിഫൈ ചെയ്യുന്ന ഫ്രേസ് ആണ് എന്തെന്ന് പറയുന്നത്? അബ്സല്യൂട്ട് ഫ്രേസ് എന്ന് പറയുന്നത്. ഹാവിങ് കാണുമ്പോൾ കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഹാവിങ് എന്തിന്റെ കൂടെ അല്ല അവിടെ നിൽക്കുന്നത്? ഓക്സിലറി വേർബിന്റെ കൂടെ അല്ല. ഓക്സിലറി വേർബിന്റെ കൂടെ നിൽക്കുമ്പോൾ മാത്രമാണ് ING ഫോം എന്താവുന്നത്? വെർബായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇവിടെ വെർബാണോ? അല്ല, ഇവിടെ എന്താണ്? പാർട്ടിസിപ്പിൾ ആണ്. അപ്പൊ പാർട്ടിസിപ്പിളും ഉണ്ട്, നൗണും ഉണ്ട്. സാധനം എന്താണ്? അബ്സല്യൂട്ട് ഫ്രേസ് ആണ്. ഓക്കെ, അപ്പൊ എന്ത് കിട്ടി? ദ സൺ ഹാവിങ് സെറ്റ്. സി ആണ് കേട്ടോ ആൻസർ. ഫോർത്ത് വൺ നോക്ക്. വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് ദ ഫ്രേസ് ഹിസ് ഹാൻഡ്സ് ട്രെംബ്ലിംഗ് ഇൻ ദ സെന്റൻസ് ഹിസ് ഹാൻഡ്സ് ട്രെംബ്ലിംഗ് ദ മജീഷ്യൻ ഡ്രൂ ദ വിന്നിംഗ് കാർഡ് ഫ്രം ദ ഡെക്ക്. ആൻസർ എന്ത് വരും? വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് ദ ഫ്രേസ് ഹിസ് ഹാൻഡ് ട്രെംബ്ലിംഗ് ഇൻ ദ സെന്റൻസ്
His hand trembling, the magician drew the winning card from the deck. ആൻസർ എന്ത് വന്നു? ഹിസ് വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? ഓക്കെ, ഇതെന്താണ് ബേസിക്കലി? അബ്സല്യൂട്ട് ഫ്രേസ് ആണ് അല്ലേ? അല്ലേ നോക്കിയേ, ദ മജീഷ്യൻ സബ്ജക്റ്റ് ഡ്രൂ വെർബ്. ഓക്കെ, ഇതൊരു ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ്. ദ മജീഷ്യൻ ഡ്രൂ ദ വിന്നിങ് കാർഡ് ഫ്രം ദ ഡക്ക്. ഇനി ഇതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ രണ്ട് പോർഷനിൽ നമുക്ക് കോമയ്ക്ക് അപ്പുറം ഇപ്പുറമായിട്ട് രണ്ട് പോർഷനാണ് ഉള്ളത്. അപ്പോൾ ഒന്നെങ്കിൽ ഇതായിരിക്കും ഇൻഡിപെൻഡന്റ് സെന്റൻസ്, അല്ലെങ്കിൽ ഇതായിരിക്കാം ഇൻഡിപെൻഡന്റ് സെന്റൻസ്. ഓക്കെ, അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക. ഹിസ് ഹാൻഡ്സ് എന്ന് പറയുന്നത് നൗൺ, ട്രംബ്ലിംഗ് എന്ന് പറയുന്നത് ING ഫോം ഇല്ലാതെ, സോറി, ഈസാമാർ വാസ്വെയർ എന്ന് പറയുന്ന ഓക്സിലറി വെർബ് ഇല്ലാതെ കിട്ടിയ ING ഫോം. അപ്പം ഇതെന്തല്ല? വെർബല്ല. അപ്പം ഇതെന്താണ്? പാർട്ടിസിപ്പിൾ ആണ്. നൗണും പാർട്ടിസിപ്പിളും വന്നു കഴിഞ്ഞാൽ ആ ഫ്രേസ് എന്തായി? അബ്സല്യൂട്ട് ഫ്രേസ് ആയി. ഇനി അബ്സല്യൂട്ട് ഫ്രേസിന്റെ ഡ്യൂട്ടി എന്താണ്? ഇൻഡിപെൻഡന്റ് ക്ലോസിനെ ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ? ഇൻഡിപെൻഡന്റ് ക്ലോസിനെ ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. ടു ഡിസ്ക്രൈബ് ദ മജീഷ്യൻ, മജീഷ്യനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണോ അബ്സല്യൂട്ട് ഫ്രേസ്? അബ്സല്യൂട്ട് ഫ്രേസിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ഒരിക്കലും ഒരു പെർട്ടിക്കുലർ വാക്കിനെ ഡിസ്ക്രൈബ് ചെയ്യില്ല. അതൊരു സെന്റൻസ് അല്ലെങ്കിൽ ക്ലോസിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ടു ആക്ട് ആസ് എ ഡിപ്പെൻഡന്റ് ക്ലോസ്, ഫ്രേസും ക്ലോസും ഒന്നാണോ? അല്ല. ഇതെന്താ സാധനം? അബ്സല്യൂട്ട് ഫ്രേസ് ആണ് അല്ലേ? അപ്പൊ ഇത് ക്ലോസ് ആവുമോ? ഇല്ല, ക്ലോസ് ആവില്ല. ഫ്രേസും ക്ലോസും ആയിട്ടുള്ള ഡിഫറൻസ് എന്താണ്? ക്ലോസിൽ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ഉണ്ട്, ഫ്രേസിൽ എന്തില്ല? സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ഇല്ല. ടു റീനെയിം ദ സബ്ജക്ട് ദ മജീഷ്യൻ, അതെന്താ സാധനം? അപ്പോസിറ്റീവ് ഫ്രേസ് ആണ് അല്ലേ? ഓക്കെ, ഇവിടെ അപ്പോസിറ്റീവ് ആണ് വന്നത്? അല്ല, അബ്സല്യൂട്ട് ആണ് വന്നത്. ടു മോഡിഫൈ ദ എൻറ്റയർ ഇൻഡിപെൻഡന്റ് ക്ലോസ്, ഓക്കെ, എൻറ്റയർ ഇൻഡിപെൻഡന്റ് ക്ലോസിനെ മോഡിഫൈ ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് എന്ത്? അബ്സല്യൂട്ട് ഫ്രേസ്. ആൻസർ എന്താണ്? ഡി ആണ്. ഓക്കെ, ആൻസർ ഡി ആണ്. ഫിഫ്ത്ത് വൺ, which of the following sentences contains an absolute phrase? ഓക്കെ, ഇതിൽ ഏതിലാണ് അബ്സല്യൂട്ട് ഫ്രേസ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. ദ ഡോഗ് ഹാപ്പിലി പ്ലേയിങ് വിത്ത് ഇറ്റ്സ് ഫേവറേറ്റ് ബോൾ. ഓക്കെ, ഡോഗ് ഹാപ്പിലി പ്ലേയിങ് വിത്ത് ഇറ്റ്സ് ഫേവറേറ്റ് ബോൾ. ഓക്കെ, ഇവിടെ നോക്കിയേ, ഹാപ്പിലി പ്ലേയിങ് വിത്ത് ഇറ്റ്സ് ഫേവറേറ്റ് ബോൾ. ഇത് അപ്പോസിറ്റീവ് ഫ്രേസ് ആണോ? പോസിറ്റീവ് ഫ്രേസ് ആണ്. പോസിറ്റീവ് ഫ്രേസ് ആണെങ്കിൽ അത് എന്താണ്? ഒരു നൗൺ ആയിട്ട് വരണം അല്ലേ? അത് നൗൺ ആയിട്ട് വരുന്നുണ്ട്. ഹാപ്പിലി പ്ലേയിങ് വിത്ത് ഇറ്റ്സ് ഫേവറേറ്റ് ബോൾ. ഡോഗ് എന്താ ചെയ്യുന്നത് എന്നാണല്ലേ പറയുന്നത്? ഇതെന്തായിട്ടേ വരുന്നുള്ളൂ? ഡോഗിനെ വിശേഷിപ്പിക്കുന്ന ഒരു അഡ്ജക്റ്റീവ് ഫ്രേസ് ആയിട്ട് മാത്രമേ വരുന്നുള്ളൂ. ഡിഡ് നോട്ട് നോട്ടിസ്, അപ്പൊ ഡോഗ് സബ്ജക്റ്റ്, ഡിഡ് നോട്ട് നോട്ടിസ് എന്ന് പറയുന്നത് വെർബിൽ പോയി ദ ക്യാറ്റ്. ഓക്കെ, ഇതിൽ നമുക്ക് അബ്സല്യൂട്ട് ഫ്രേസിനെ കിട്ടിയോ? ഇല്ല. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? അബ്സല്യൂട്ട് ഫ്രേസിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഒന്നാമത്തേൽ അബ്സല്യൂട്ട് ഫ്രേസ് ഉണ്ടോ? ഇല്ല, അഡ്ജക്റ്റീവ് ഫ്രേസ് ആണല്ലേ വന്നേ. ഇനി ഈ സെന്റൻസിൽ അഡ്ജക്റ്റീവ് ഫ്രേസ് മാത്രമാണോ ഉള്ളത്? അല്ല കേട്ടോ. ദ ഡോഗ് എന്ന് പറയുന്നത് എന്താണ്? നൗൺ ഫ്രേസ് ആണ്. ഓക്കെ, അതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, ഈ പറയുന്ന കാര്യങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ നൗൺ ഫ്രേസിന്റെ ക്ലാസ് കണ്ടാൽ മതി കേട്ടോ. ഓക്കെ, കാരണം നൗൺ ഫ്രേസിന്റെ ക്ലാസ്സിൽ അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ദ ഡോഗ് എന്ന് പറയുന്നത് എന്താണ്? നൗൺ ഫ്രേസ് ആണ്. ഹാപ്പിലി പ്ലേയിങ് വിത്ത് ഇറ്റ്സ് ഫേവറേറ്റ് ബോൾ എന്ന് പറയുന്നത് എന്താണ്? അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ്. ഇനി ദ ഡോഗ് ഹാപ്പിലി പ്ലേയിങ് വിത്ത് ഇറ്റ്സ് ഫേവറേറ്റ് ബോൾ എന്ന് പറയുന്നത് എന്താണ്? നൗൺ ഫ്രേസ് ആണ്. ഓക്കെ, ഇതെങ്ങനെ വരും എന്നറിയണമെങ്കിൽ എന്ത് ചെയ്യുക? ജസ്റ്റ് ഓക്കെ അതൊന്ന് കണ്ടാൽ മതി കേട്ടോ. നൗൺ ഫ്രേസിന്റെ ക്ലാസ് ഒന്ന് കണ്ടാൽ മതി. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, സെക്കൻഡ് വൺ നോക്കുക. ദ അസൈൻമെന്റ് ഫിനിഷ്ഡ്, ദ സ്റ്റുഡൻറ് ഫൈനലി റിലാക്സ്ഡ് ഓൺ ദ കൗച്ച്. അപ്പൊ രണ്ടെണ്ണം തന്നിട്ടുണ്ട് നമുക്ക്. അസൈൻമെന്റ് ഫിനിഷ്ഡ് തന്നിട്ടുണ്ട്. അസൈൻമെന്റ് നൗൺ ഉണ്ട്. ഫിനിഷ്ഡ് എന്ന് പറയുന്നത് V2നും V3ക്കും പോസിബിലിറ്റി ഉണ്ട് അല്ലേ? ഓക്കെ, V2നും V3ക്കും പോസിബിലിറ്റി ഉണ്ട്. V2 ആണെങ്കിൽ എന്ത് വരാം? ഇത് ഓക്കെ ഒരു ഇൻഡിപെൻഡന്റ് സെന്റൻസ് ആയിട്ട് വരാം. ഇനി V3 ആണെങ്കിലോ ഇത് ഇൻഡിപെൻഡന്റ് സെന്റൻസ് അല്ല, ഇതെന്തായിട്ട് മാറും? പാർട്ടിസിപ്പിൾ ആയിട്ട് മാറും. ദ സ്റ്റുഡൻറ് ഫൈനലി റിലാക്സ്ഡ് ഓൺ ദ കോച്ച്. നോക്കിയേ, ദ സ്റ്റുഡൻറ് നൗൺ, ഫൈനലി റിലാക്സ്ഡ്. ഓക്കെ, വെർബ് കിട്ടി, ആഡ്വെർബ് കിട്ടി. നോക്കിയേ, ഇതെന്താണ്? ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ് അല്ലേ? ദ സ്റ്റുഡൻറ് ഫൈനലി റിലാക്സ്ഡ് ഓൺ ദ കൗച്ച് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ്. അതിനെ വിശേഷിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് എന്ത്? ദ അസൈൻമെന്റ് ഫിനിഷ്ഡ്. ഓക്കെ, അസൈൻമെന്റ് ഫിനിഷ് ചെയ്യപ്പെട്ടപ്പോൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതെന്തായി മാറി? ഇതൊരു ഓക്കെ ഒരു ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ് അല്ലെ, അല്ലെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കുന്നതാണ് അല്ലെ. അപ്പൊ ഇതെന്താണ്? ഇത് V2 ആയിരിക്കുമോ? അല്ല, ഇതെന്തായിരിക്കും? V3 ആയിരിക്കും. പാർട്ടിസിപ്പിൾ ആയിരിക്കും. നൗണും പാർട്ടിസിപ്പിളും വന്ന ഇതെന്താണ്? അബ്സല്യൂട്ട് ഫ്രേസ്. അബ്സല്യൂട്ട് ഫ്രേസ് ആണ്. സോ ബിക്ക് നമ്മൾ എന്താണെങ്കിലും ആൻസർ കിട്ടിയിട്ടുണ്ട്. എന്നാലും സിയും ഡിയും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
ദ അസൈൻമെന്റ് എ ചാലഞ്ചിങ് വൺ. ഓക്കെ, അസൈൻമെന്റ് എ ചാലഞ്ചിങ് വൺ. ഇതും നൗൺ ആണ് അല്ലെ. എ വന്നതുകൊണ്ട് തന്നെ ഇതെന്താണ്? നൗൺ ആണ്. സോ ദ അസൈൻമെന്റും ചാലഞ്ചിങ് വണ്ണും എന്താണ്? ഒന്ന് തന്നെയാണ്. ഇതെന്താണ്? അപ്പോസിറ്റീവ് ഫ്രേസ് ആണ്. അപ്പോസിറ്റീവ് ഫ്രേസ്. As the sun set quickly, we hurried to find shelter. നോക്കിയേ, we hurried. സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്. അപ്പൊ ഇതെന്താണ്? ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ്. ഇനി ആസ് ദ സൺ സെറ്റ്. ദ സൺ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. സെറ്റ് എന്ന് പറയുന്നത് വെർബാണ്. എഗെയിൻ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ഉണ്ട്. ആസ് എന്ന് പറയുന്ന സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതെന്താണ്? ഇതൊരു ഡിപ്പെൻഡന്റ് ക്ലോസ് ആണ്. ഇത് ഫ്രേസ് അല്ല. എന്താണ്? ഡിപ്പെൻഡന്റ് ക്ലോസ് ആണ്. കാരണം നമുക്ക് ഇവിടെ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് വന്നിട്ടുണ്ട്. സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് വന്നു കഴിഞ്ഞ സാധനം എന്താണ്? ഫ്രേസ് അല്ല, ക്ലോസ് ആണ് കേട്ടോ. വന്നില്ലെങ്കിൽ മാത്രമേ അതെന്താവത്തുള്ളൂ? ഫ്രേസ് ആകത്തുള്ളൂ. ഓക്കെ, അപ്പം ഇത് ഡിപ്പെൻഡന്റ് ക്ലോസും ഇൻഡിപെൻഡന്റ് ക്ലോസും വരുന്ന ഒരു കോംപ്ലക്സ് സെന്റൻസ് മാത്രമാണ് കേട്ടോ. നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരുന്നത് അബ്സല്യൂട്ട് ഫ്രേസ് ആണ്. അബ്സല്യൂട്ട് ഫ്രേസ് നമുക്ക് എവിടെ കിട്ടി? ബിയിൽ കിട്ടി. 6th one, in the sentence, I read The Hobbit, a fantasy novel by J.R.R. Tolkien, on my vacation. The underlined phrase functions as either a fantasy novel by J.R.R. Tolkien. Okay. അപ്പോൾ ഈ തന്നിരിക്കുന്ന ദ ഹോബിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒബ്ജക്റ്റും അതേപോലെ a fantasy. എ വന്നു കഴിഞ്ഞത് എന്താണ്? നൗൺ ഫ്രേസ് ആണ് അല്ലേ? നൗൺ ഫ്രേസ് ആണ്. എ ഫാന്റസി നോവൽ ബൈ J.R.R. Tolkien. ഈ തന്നിരിക്കുന്ന ഹോബിറ്റിനെ തന്നെയാണ് എന്ത് മോഡിഫൈ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ക്ലാരിഫൈ ചെയ്തിരിക്കുന്നത്? ഈ എ ഫാന്റസി നോവൽ ബൈ J.R.R. Tolkien എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. എ വന്നതുകൊണ്ട് തന്നെ നൗൺ ഫ്രേസ് ആയതുകൊണ്ടും അതെന്താണ്? അപ്പോസിറ്റീവ് ഫ്രേസിലേക്ക് വരും. ഓക്കെ, എന്തിലേക്ക് വന്നു? അപ്പോസിറ്റീവ് ഫ്രേസ്. വളരെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. ഇനി 7th one, which option is an example of a restrictive appositive? അപ്പോൾ നമ്മൾ പറയാതെ വിട്ടൊരു കാര്യമാണ് റെസ്ട്രിക്റ്റീവ് അപ്പോസിറ്റീവ് എന്താണ്, അല്ലെങ്കിൽ നോൺ റെസ്ട്രിക്റ്റീവ് അപ്പോസിറ്റീവ് എന്താണ് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞില്ല. ജസ്റ്റ് ഒന്നുമില്ല. റെസ്ട്രിക്റ്റീവ് അപ്പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ കോമ ഇടാത്തതിനെയാണ് ബേസിക്കലി നമ്മൾ റെസ്ട്രിക്റ്റീവ് അപ്പോസിറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പം പറഞ്ഞു വരുന്ന സമയത്ത് ഒരു എക്സ്ട്രാ ഇൻഫോർമേഷൻ ആയിട്ടാണ് നമ്മൾ എന്തിനെ കൊണ്ടുവരുന്നത്? അപ്പോസിറ്റീവിനെ കൊണ്ടുവരുന്നത് അല്ലേ? ഓക്കെ, ആ പറഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് കോമയൊക്കെ ഇട്ടാണ് നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ കോമ ഇടാതെ ആ സെൻറ്റൻസിനോടൊപ്പം അതിനെ അങ്ങ് കൊണ്ടുവരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ റെസ്ട്രിക്റ്റീവ് എന്ന് പറയുന്നത്. ആ ഫ്ലോയിനെ ജസ്റ്റ് അതൊന്ന് റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നോൺ റെസ്ട്രിക്റ്റീവ് എന്ന് പറയുന്ന സമയത്ത് കോമ ഇട്ട് വരുന്നത് കൊണ്ട് തന്നെ അത് ബ്രാക്കറ്റ് പോലെ ആക്ട് ചെയ്യും എന്നുള്ളതാണ് സ്പെഷ്യാലിറ്റി കേട്ടോ. നമുക്ക് ഓരോന്നും നോക്കാം. എക്സാമ്പിൾ നോക്കുമ്പോൾ പറഞ്ഞുതരാം. എ നോക്ക്. മൈ ഫാദർ എ ഗ്രേറ്റ് ഷെഫ് ഓൾവേസ് മെയ്ഡ് ദ ബെസ്റ്റ് ഡിന്നർ. മൈ ഫാദർ എ ഗ്രേറ്റ് ഷെഫ്. കോമ ഇട്ടിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? എന്ന് പറയുന്ന സമയത്ത് ഇതെന്താണ്? ഈ ഒരു പെർട്ടിക്കുലർ പോർഷനെ അങ്ങ് എടുത്ത് മാറ്റി കഴിഞ്ഞാലും ഈ സെന്റൻസിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല മീനിങ് വൈസ്. മൈ ഫാദർ ഓൾവേസ് മെയ്ഡ് ദ ബെസ്റ്റ് ഡിന്നർ. ഓക്കെ, മൈ ഫാദർ ഓൾവേസ് മെയ്ഡ് ദ ബെസ്റ്റ് ഡിന്നർ. അവിടെ പ്രശ്നമൊന്നും ഇല്ല. ഓക്കെ, ഇനി ഓൾവേസ് മെയ്ഡ് എന്ന് പറയുന്നത് ഇത് സിമ്പിൾ പ്രസന്റിലേക്ക് പോകണ്ടേ എന്നൊന്നും ചോദിക്കണ്ട. സിമ്പിൾ പാസ്റ്റിൽ ഇതിന് പോസിബിലിറ്റി ഉണ്ട് കേട്ടോ. അതായത് പാസ്റ്റ് ഹാബിറ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്തിനെ എടുക്കാൻ പറ്റും? പാസ്റ്റ് ഹാബിറ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് സിമ്പിൾ പാസ്റ്റിനെ എടുക്കാൻ പറ്റും കേട്ടോ. പാസ്റ്റ് ഹാബിറ്റിനെ കാണിക്കാൻ സിമ്പിൾ പാസ്റ്റിനെ എടുക്കാൻ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പം മൈ ഫാദർ ഓൾവേസ് മെയ്ഡ് ദ ബെസ്റ്റ് ഡിന്നർ. ഈ ഒരു സാധനം ഒഴിവാക്കിയാലും ഇതിന് എന്ത് വരുന്നില്ല? ഒരു തടസ്സം വരുന്നില്ല അല്ലെ? തടസ്സം വരുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്? നോൺ റെസ്ട്രിക്റ്റീവ് അപ്പോസിറ്റീവ് ഫ്രേസ് എന്ന് വിളിക്കുന്നത്. ഇനി അവർ ഡോഗ് ബസ്റ്റർ. ഓക്കെ, ചേസ് ദ സ്ക്വിറൽസ് ഫ്രം ദ യാർഡ്. എഗെയിൻ ബസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? കോമ ഇട്ടിട്ട് നമ്മൾ അതിനെ കണക്ട് ചെയ്തിരിക്കുകയാണ്. ആ കോമയ്ക്കുള്ളിലുള്ളത് ബ്രാക്കറ്റ് പോലെ ആക്ട് ചെയ്യും. അത് ഫ്ലോയിനെ ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്നില്ല. ഇനി ദ ഫിലിം കാസാബ്ലാങ്ക ഇസ് എ ക്ലാസിക് ഓഫ് അമേരിക്കൻ സിനിമ. ഓക്കെ, അവിടെ എന്ത് വരുന്നുണ്ട്? ദ ഫിലിം കാസാബ്ലാങ്ക ഇസ് എ ക്ലാസിക് ഓഫ് അമേരിക്കൻ സിനിമ. ആൻഡ് ഇത് ഇവിടെ വരുന്ന ഒരു നോർമൽ ഫ്ലോയിനെ എന്ത് ചെയ്യുന്നുണ്ട്?
ഒബ്സ്ട്രക്ട് ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ല, ഈ കാസബ്ലാങ്ക ഇപ്പൊ എടുത്തു മാറ്റിയെന്ന് വിചാരിക്കുക. ദ ഫിലിം ഇസ് എ ക്ലാസിക് ഓഫ് ആൻ അമേരിക്കൻ സിനിമ. അതിന്റെ കംപ്ലീറ്റ് മീനിങ് എന്ത് തരുന്നില്ല? ആ സെന്റൻസ് തരുന്നില്ല അല്ലെ. ആ സെന്റൻസിൽ കിട്ടേണ്ടിയിരുന്ന കംപ്ലീറ്റ് മീനിങ് ആ ഒരു പെർട്ടിക്കുലർ വാക്കിനെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല എന്ന് പറയുമ്പം ആ വാക്ക് അവിടെ ഉണ്ടായേ പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അങ്ങനെ വരുന്ന അപ്പോസിറ്റീവ് ഫ്രേസുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റെസ്ട്രിക്റ്റീവ് അപ്പോസിറ്റീവ് എന്ന് വിളിക്കുന്നത് കേട്ടോ. റെസ്ട്രിക്റ്റീവ് അപ്പോസിറ്റീവ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, റെസ്ട്രിക്റ്റീവ് അപ്പോസിറ്റീവ് ഫ്രേസിലേക്ക് പോയിട്ടില്ല. ഫ്രേസ് എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, മിനിമം 2 വേർഡ്സ് വേണം. ഇവിടെ കാസാബ്ലാങ്ക എന്ന് പറയുന്നത് എന്താണ്? ഒരു വാക്കേ ഉള്ളൂ. അതുകൊണ്ട് ഇതെന്താണ്? ഫ്രേസിലേക്ക് വരില്ല, റെസ്ട്രിക്റ്റീവ് അപ്പോസിറ്റീവ് ആയിട്ട് നിൽക്കും കേട്ടോ. റെസ്ട്രിക്റ്റീവ് അപ്പോസിറ്റീവ്. ഓക്കെ, ഇനി ദ ലാർജസ്റ്റ് മാമൽ ദ ബ്ലൂ വെയിൽ. കണ്ടോ, കോമ ഇട്ടിട്ട് അഗൈൻ ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ദ ലാർജസ്റ്റ് മാമൽ ദ ബ്ലൂ വെയിൽ. ഓക്കെ, അപ്പൊ ഇതെന്താണ്? നോൺ റെസ്ട്രിക്റ്റീവ് അപ്പോസിറ്റീവ്. ഓക്കെ, ഇത് അപ്പോസിറ്റീവ് മാത്രമാണോ? അപ്പോസിറ്റീവ് ഫ്രേസ് ആണ് കേട്ടോ. ദ ബ്ലൂ വെയിൽ എന്ന് പറയുന്നത് അപ്പോസിറ്റീവ് ഫ്രേസ് തന്നെയാണ് കേട്ടോ. അപ്പൊ ആൻസർ എന്ത് കിട്ടി നമുക്ക്? സി ആണ് കേട്ടോ ആൻസർ. ആ ഫ്ലോയെ ഒബ്സ്ട്രക്ട് ചെയ്യുന്നുണ്ട്, എന്നാൽ ആ ഒരു പെർട്ടിക്കുലർ വാക്ക് അവിടെ നിന്ന് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പോവും? മീനിങ്, അതായത് കംപ്ലീറ്റ് മീനിങ് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അപ്പോസിറ്റീവ്. ഓക്കെ, എന്ത് അപ്പോസിറ്റീവ്? റെസ്ട്രിക്റ്റീവ് അപ്പോസിറ്റീവ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ആൻഡ് ബേസിക്കലി നമുക്ക് കോമ വെച്ചിട്ട് കണ്ടുപിടിക്കാനും പറ്റും. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് SSC വന്നിട്ടുണ്ടോ ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് വന്നിട്ടില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? നിലവിലുള്ള എഡ്യൂക്കേറ്റീവ് ഒരു പാറ്റേൺ വെച്ചിട്ട് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. 8th question. Which sentence contains an absolute phrase? ഓക്കെ, absolute phrase contain ചെയ്യുന്ന സെന്റൻസ് ഏതാണ് എന്നുള്ളതാണ് നോക്കാം നമുക്ക്. Horizon pools of deep water. ഓക്കെ, കണ്ടോ, ഹറൈസ് എന്ന് പറയുന്നത് സബ്ജക്റ്റ്, പൂൾസ് ഓഫ് ഡീപ്പ് വാട്ടർ എന്ന് പറയുന്നത് എഗെയിൻ ഈ സാധനം തന്നെയാണ് അല്ലേ. ഓക്കെ, അയാളുടെ ഐസ് തന്നെയാണ് പൂൾസ് ഓഫ് ഡീപ്പ് വാട്ടർ. അപ്പൊ എന്താണ്? അപ്പോസിറ്റീവ് ഫ്രേസ്. അപ്പോസിറ്റീവ് ഫ്രേസ്. Reflected the city lights. Okay, reflected the city lights. His mind on the next challenge, the athlete barely noticed his recent victory. ഇവിടെ എന്തുണ്ട്? ദ അത്ലറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ട്, barely noticed verb ഉണ്ട്, his recent victory. ഇതെന്താണ്? ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ്. ഓക്കെ, ഈ തന്നിരിക്കുന്ന ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ്. ഹിസ് മൈൻഡ് ഓൺ ദ നെക്സ്റ്റ് ചാലഞ്ച്. ഓക്കെ, ഇവിടെ നോക്കിയേ, ഹിസ് മൈൻഡ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ട്. ഓൺ ദ നെക്സ്റ്റ് ചാലഞ്ച് എന്ന് പറയുന്നത് എന്താണ്? പാർട്ടിസിപ്പിൾ ആണോ? അല്ല, മോഡിഫയർ ആണ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞില്ലായിരുന്നോ? ഒന്നെങ്കിൽ നൗണും പാർട്ടിസിപ്പിളും വരാം, അതിനോടൊപ്പം മോഡിഫയേഴ്സും വരാം. അല്ലെങ്കിൽ എന്ത് വരാം? നൗണും മോഡിഫയേഴ്സും വന്നാലും മതി. ഓക്കെ, നൗണും മോഡിഫയേഴ്സും വന്നാൽ അതെന്താണ്? അബ്സല്യൂട്ട് ഫ്രേസ് തന്നെയാണ് കേട്ടോ. ഇനി ഇത് വന്നിരിക്കുന്ന എന്താണ്? മോഡിഫയേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഹിസ് മൈൻഡ് ഓൺ ദ നെക്സ്റ്റ് ചാലഞ്ച്, നൗണും മോഡിഫയേഴ്സും വന്നു. അപ്പൊ ഇതിന് എന്ത് പോസിബിലിറ്റി ഉണ്ട്? അബ്സല്യൂട്ട് ഫ്രേസ്. അബ്സല്യൂട്ട് ഫ്രേസ് കിട്ടിയല്ലേ ആൻസർ? എന്നാലും നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ദ വിൻഡ് എ ഫിയേഴ്സ് ബ്ലാസ്റ്റ് ഓഫ് ആർട്ടിക് എയർ. കണ്ടോ, ദ വിൻഡ് എ ഫിയേഴ്സ് ബ്ലാസ്റ്റ് ഓഫ് ആർട്ടിക് എയർ. വിൻഡും ഫിയേഴ്സ് ബ്ലാസ്റ്റ് ഓഫ് ആർട്ടിക് എയറും രണ്ടും ഒന്ന് തന്നെയാണ്. ആൻഡ് ഇവിടെ ജസ്റ്റ് ഒരു കോമ ഇട്ട് മാത്രമാണ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നത്. വേറെ ലിങ്കിങ് വേർബ് ആയിട്ടുള്ള ഈസോ ഓസോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. എന്ന് പറയുമ്പം ഇതെന്താണ്? അപ്പോസിറ്റീവ് ഫ്രേസ് ആണ്. അപ്പോസിറ്റീവ് ഫ്രേസ് ആണ്. The door wide open, let in draft of cold air. Okay, the door wide open അല്ലേ. അപ്പൊ ഡോർ എന്ന് പറയുന്നത് നൗൺ ഫ്രേസ് ആണ്. നൗൺ ഫ്രേസ് ആണ്. വൈഡ് ഓപ്പൺ എന്ന് പറയുന്നത് എന്താണ്? ആ ഡോറിനെ വിശേഷിപ്പിക്കുകയാണ് അല്ലേ ചെയ്യുന്നത്. എങ്ങനെയുള്ള ഡോറാണ്? ഓക്കെ, വൈഡ്ലി ഓപ്പൺ ചെയ്തിരിക്കുന്ന ഡോർ. അപ്പം ഇത് അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ് കേട്ടോ. ഇത് അപ്പോസിറ്റീവ് ഫ്രേസിലേക്ക് വരുമോ? ഇല്ല, ഇത് അഡ്ജക്റ്റീവ് ഫ്രേസിലേക്കേ വരുള്ളൂ കേട്ടോ. ഇത് അപ്പോസിറ്റീവ് ഫ്രേസിലേക്ക് വരില്ല, അഡ്ജക്റ്റീവ് ഫ്രേസിലേക്കേ വരുള്ളൂ. എന്തുകൊണ്ടാ? ഇതൊരു നൗൺ ആണോ? അല്ല, നൗൺ അല്ല. ഓക്കെ, നൗൺ അല്ലാത്തത് കൊണ്ട് തന്നെ അത് എന്തിലേക്ക് വരില്ല? അപ്പോസിറ്റീവ് ഫ്രേസിലേക്ക് വരത്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരുന്ന അബ്സല്യൂട്ട് ഫ്രേസ് ആണ്. ആൻസർ എന്താണ്? ബി ആണ്. 9th question. Find the absolute phrase and appositive phrase in the sentence, the old house, a Victorian masterpiece, stood silent, its window staring like dead eyes. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് ഡയറക്ട്ലി ആൻസറിനെ കണ്ടുപിടിക്കാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.
Find the absolute phrase and appositive phrase in the sentence. The old house, a Victorian masterpiece, stood silent, its windows staring like a dead eyes. അപ്പോൾ അബ്സല്യൂട്ട് ഫ്രേസ് ഏതാണ്, അപ്പോസിറ്റീവ് ഫ്രേസ് ഏതാണ് എന്ന് നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കാം. ദ ഓൾഡ് ഹൗസ്, ഇതാണല്ലേ സബ്ജക്റ്റ്. ഇതെന്താണ്? ഇതൊരു നൗൺ ഫ്രേസ് ആണ്. ഓക്കെ, സബ്ജക്റ്റ് നൗൺ ഫ്രേസ് ആണ്. വിക്ടോറിയൻ മാസ്റ്റർ പീസ്, കണ്ടോ എ വന്നതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഇത് നിർബന്ധമായിട്ടും ഒരു നൗൺ ഫ്രേസ് ആണ്. ഓക്കെ, ആൻഡ് ഈ തന്നിരിക്കുന്ന ഓൾഡ് ഹൗസും വിക്ടോറിയൻ മാസ്റ്റർ പീസും രണ്ടും ഒന്നിനെ തന്നെയാണല്ലേ വിശേഷിപ്പിക്കുന്നത്. വേറെ ലിങ്കിങ് ഓഫ്സ് ഒന്നും ഇല്ല അതിനിടയിൽ എന്നുള്ളത് കൊണ്ട് തന്നെ ഇതെന്താണ്? ഇതൊരു അപ്പോസിറ്റീവ് ഫ്രേസ് ആണ്. അപ്പൊ അപ്പോസിറ്റീവ് ഫ്രേസിനെ നമുക്ക് കിട്ടി. അപ്പോസിറ്റീവ് ഫ്രേസ് ഏതാണ്? വിക്ടോറിയൻ മാസ്റ്റർ പീസ്. അപ്പൊ അത് നോക്കിയാൽ മതി. അപ്പോസിറ്റീവ് ഫ്രേസിൽ ഇറ്റ്സ് വിൻഡോസ് വന്നിട്ടുണ്ട്, അല്ല, നമുക്ക് തന്നിട്ടുണ്ട് ഏതാണ്? വിക്ടോറിയൻ മാസ്റ്റർ പീസ് ആണ്. അപ്പോസിറ്റീവ് ഫ്രേസ് നോ, വിക്ടോറിയൻ മാസ്റ്റർ പീസ് പോസിബിലിറ്റി ഉണ്ടല്ലേ. വേറെ എവിടെയെങ്കിലും ഉണ്ടോ വിക്ടോറിയൻ മാസ്റ്റർ പീസ്? യെസ്, ഇവിടെയും ഉണ്ട്. ഓക്കെ, വിക്ടോറിയൻ മാസ്റ്റർ പീസിന് ഇവിടെയുണ്ട്. അപ്പം സിയും എയും ആൻസർ വരില്ല. ഇനി അബ്സല്യൂട്ട് ഫ്രേസും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. ദ ഓൾഡ് ഹൗസ്, വിക്ടോറിയൻ മാസ്റ്റർ പീസ്, സ്റ്റുഡ് സൈലന്റ്. ഇതെന്താണ്? വെർബാണ്. ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാണ്? ഓൾഡ് ഹൗസ്. ദ ഓൾഡ് ഹൗസ് സ്റ്റുഡ് സൈലന്റ്. അതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, അതൊരു ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ് അല്ലേ. ഇനി അടുത്ത നോക്കിയേ, ഇറ്റ്സ് വിൻഡോസ്, നൗണിനെ കിട്ടി. സ്റ്റെയറിംഗ്, സ്റ്റെയറിംഗ് എന്താണ്? വെർബാണോ? സ്റ്റെയറിംഗ് എന്ന് പറയുന്നത് ING ഫോം ആണ്. ഈസാമാർ ഓസ്വേർ ഇല്ലാത്ത, ഓക്സിലറി വേർബ്സ് ഇല്ലാത്ത ING ഫോം ആണ്. ഓക്കെ, ഓക്സിലറി വേർബ്സ് ഇല്ലാത്ത ING ഫോം എന്ന് പറഞ്ഞാൽ അതെന്താണ്? പാർട്ടിസിപ്പിൾ ആണ്. ഓക്കെ, പാർട്ടിസിപ്പിൾ ആണ്. അതുകൊണ്ട് തന്നെ അതെന്തായിട്ട് വരില്ല? വെർബായിട്ട് ആക്ട് ചെയ്യില്ല. അപ്പം നൗൺ ഉണ്ട്, പാർട്ടിസിപ്പിൾ ഉണ്ട്, ബാക്കി മോഡിഫയേഴ്സും ഉണ്ട്. സാധനം എന്താണ്? ഈ തന്നിരിക്കുന്നതാണ് അബ്സല്യൂട്ട് ഫ്രേസ് കേട്ടോ. ഇറ്റ്സ് വിൻഡോ സ്റ്റെയറിംഗ് ലൈക്ക് ഡെഡ് ഐസ് ആണ് എന്ത് വരുന്നത്? അബ്സല്യൂട്ട് ഫ്രേസ് വരുന്നത്. അപ്പൊ നോക്കിയേ, രണ്ട് പോസിബിലിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഡിയിൽ വരുന്നത് അബ്സല്യൂട്ട് ഫ്രേസ് സ്റ്റുഡ് സൈലന്റ് ആണ്, വരില്ലല്ലോ. എയിൽ എന്ത് വന്നു? ഓക്കെ, എ ഓൾറെഡി നമ്മൾ കട്ട് ചെയ്തു. ബിയിൽ ഇറ്റ്സ് വിൻഡോ സ്റ്റെയറിംഗ് ലൈക്ക് ഡെഡ് ഐസ്. ഓക്കെ, സോ ആൻസർ എന്ത് വന്നു? ബി വന്നു. ഓക്കെ, കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ സൂക്ഷിച്ചൊന്ന് നോക്കിയാൽ മതി. നമുക്ക് എന്ത് ചെയ്യാം? പാർട്ടിസിപ്പിൾ ആണോ ഉപയോഗിച്ചിരിക്കുന്നത്, V3 ആണോ V4 ആണോ ഉപയോഗിച്ചിരിക്കുന്നത് നോക്കിയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? വളരെ ഈസി ആയിട്ട് അബ്സല്യൂട്ടിനെയും അതേപോലെ അപ്പോസിറ്റീവിനെയും കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സെന്റൻസ് കറക്റ്റ്ലി യൂസസ് ആൻ അബ്സല്യൂട്ട് ഫ്രേസ് ടു പ്രൊവൈഡ് ദ കോസ് ഓർ കണ്ടീഷൻ? കോസോ കണ്ടീഷനോ തരാനായിട്ട് അബ്സല്യൂട്ട് ഫ്രേസിനെ യൂസ് ചെയ്തിരിക്കുന്ന സെന്റൻസ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ റെയിൻ a gentle shower. ഓരോന്നെടുത്ത് നോക്കാം കേട്ടോ. ദ റെയിൻ a gentle shower. നിങ്ങൾക്ക് ഇനി ആൻസർ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക. പോസ് ചെയ്തിട്ട് നോക്കിയാൽ മതി. ഓക്കെ, പോസ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിച്ചിട്ട് ബാക്കി എക്സ്പ്ലനേഷൻ കേട്ടാൽ മതി കേട്ടോ. ഓക്കെ, സോ നോക്കാം. ദ റെയിൻ a gentle shower help the garden grow. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന പോർഷൻ ഏതാണ്? a gentle shower അല്ലേ. ഓക്കെ, a gentle shower എന്ന് പറയുന്നത് എന്താണ് ഇവിടെ? അപ്പോസിറ്റീവ് ഫ്രേസ്. എന്തുകൊണ്ടാ? റെയിനും ജെന്റിൽ ഷവറും ഒന്നാണ് ഈ കേസിൽ. ഓക്കെ, ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? രണ്ടും നൗൺ ആണ്. എന്തുകൊണ്ട് ഇത് നൗൺ ആവുന്നത്? എ ഉള്ളതുകൊണ്ട്. ഇവിടെ ദ ഉണ്ട്. ഓക്കെ, രണ്ടും നൗൺ ആണ്. റെയിനും നൗൺ ആണ്, ജെന്റിൽ ഷവറും നൗൺ ഫ്രേസ് ആണ്. അപ്പോൾ ഇത് അപ്പോസിറ്റീവ് ഫ്രേസ്. ബാക്കിയുള്ള പോർഷനോ? ഹെൽപ്പ് ദ ഗാർഡൻ ഗ്രോ. ഹെൽപ്പ് ദ ഗാർഡൻ ഗ്രോ എന്ന് പറയുന്നത് എന്താണ്? ഈ പോർഷൻ നമ്മൾ എന്തുകൊണ്ടാണ് നോക്കാത്തത്? ഇത് വെർബ് ഫ്രേസ് ആണ് കേട്ടോ. വെർബും വെർബിനോട് ശേഷം വരുന്ന പോർഷൻ നമുക്ക് എന്ത് വരും? വെർബ് ഫ്രേസ് വരും. Rain having fallen all night, the river swelled over its bank. Okay, കണ്ടോ? The river subject, swelled verb. Subject verb കിട്ടി. The river swelled over its bank. ഇനി rain having fallen all night. Rain എന്ന് പറയുന്നത് noun ആണ്. Having fallen അല്ലേ? Having ING അല്ലേ? ഓക്കെ, having ING ആണ്. INGക്ക് ഫ്രണ്ടിൽ ഈസാമ റോസ്വേർ ഉണ്ടോ? ഇല്ല അല്ലേ. എന്ന് പറയുമ്പോൾ ഈ ഹാവിങ് ഇവിടെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? പാർട്ടിസിപ്പിൾ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ആൻഡ് പാർട്ടിസിപ്പിളും അതിന് ബാക്കിയുള്ള പോർഷനിൽ മോഡിഫയേഴ്സും. എന്ന് പറയുമ്പോൾ നമുക്ക് എന്തിനെ കിട്ടി? നൗണും പാർട്ടിസിപ്പിളും കിട്ടിയാൽ അബ്സല്യൂട്ട് ഫ്രേസിനെ കിട്ടി. ഇതൊരു ഇൻഡിപെൻഡന്റ് ഫ്രേസും സെന്റൻസും ആണ്. അപ്പം ഇൻഡിപെൻഡന്റ് ക്ലോസും ഓക്കെ നൗണും പാർട്ടിസിപ്പിളും ഉള്ള വേറൊരു സെറ്റ് ഓഫ് വേർഡ്സും കൂടെ കിട്ടിയാൽ ഇതെന്താണ്? അബ്സല്യൂട്ട് ഫ്രേസ്.
ഇനി ഇത് കോസ് ആണോ കാണിക്കുന്നത്? നമ്മളോട് ചോദിച്ചിരിക്കുന്ന കോസ് അല്ലെങ്കിൽ കണ്ടീഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. കാരണമാണോ കാണിക്കുന്നത് നോക്കാം. ദ റിവർ സ്വെൽഡ് ഓവർ ഇറ്റ്സ് ബാങ്ക്. ഓക്കെ, റിവർ കര കവിഞ്ഞു. എന്തുകൊണ്ടാ? റെയിൻ ഹാവിങ് ഫാളൻ ഓൾ നൈറ്റ്. കോസിനെയാണല്ലേ കാണിക്കുന്നത്. അപ്പൊ ആൻസർ എന്താണ്? ബി. ഇനി സെയിം ഡി ഒന്ന് ജസ്റ്റ് നോക്കിയേ. റിവർ സ്വെൽഡ് ഓവർ ഇറ്റ്സ് ബാങ്ക് ബിക്കോസ് ഓഫ് ദ റെയിൻ. ഓക്കെ, ബിക്കോസ് ഓഫ് ദ റെയിൻ എന്ന് പറയുമ്പോഴേക്കും സാധനം എന്തിലേക്ക് മാറി? നമ്മുടെ ഇൻഡിപെൻഡന്റ് ക്ലോസും ഡിപെൻഡന്റ് ക്ലോസും വരുന്ന ഓക്കെ കോംപ്ലക്സ് സെന്റൻസിലേക്ക് മാറി കേട്ടോ. ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ് അവിടെ വരുന്നത്, ഡിപെൻഡന്റ് ക്ലോസ് ആണ് വരുന്നത്, ഫ്രേസ് അല്ല ക്ലോസ് ആണ് വരുന്നത്. ഓക്കെ, സെന്റൻസ് മാറി. ദ സ്വോളൻ റിവർ ഡേഞ്ചറസ് ടു ക്രോസ് ലുക്ഡ് ഫ്രൈറ്റൻഡ്. ഇവിടെ ഡേഞ്ചറസ് ടു ക്രോസ് അല്ലേ നമുക്ക് വരുന്നത്. ദ സ്വോളൻ റിവർ നൗൺ ഫ്രേസ് ആണ്, സബ്ജക്റ്റ് ആണ്. ഡേഞ്ചറസ് ടു ക്രോസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഫ്രേസ് ആണോ? ഡേഞ്ചറസ് ടു ക്രോസ് നോക്കിയേ, നൗൺ ആണോ അത്? ഡേഞ്ചറസ് ടു ക്രോസ് ആണോ? ജസ്റ്റ് വിശേഷിപ്പിക്കുവാണോ ചെയ്തേക്കുന്നത്? അജക്റ്റീവായിട്ട് വിശേഷിപ്പിക്കുവാണോ ചെയ്തേക്കുന്നത്? വെറുതെ അജക്റ്റീവായിട്ട് വിശേഷിപ്പിക്കുകയാണല്ലേ ചെയ്തിരിക്കുന്നത്. വെറുതെ അജക്റ്റീവായിട്ട് വിശേഷിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എങ്കിൽ അതെന്താണ്? അജക്റ്റീവ് ഫ്രേസ് ആണ്. ഓക്കെ, അജക്റ്റീവ് ഫ്രേസ് ആണ്. അപ്പൊ നമുക്ക് ഓൾറെഡി എന്തിനെ കിട്ടി? അബ്സല്യൂട്ട് ഫ്രേസിനെ കിട്ടി. അബ്സല്യൂട്ട് ഫ്രേസ് എന്തിനെയാണ് കാണിക്കുന്നത്? കോസിനെയാണ് കാണിക്കുന്നത്. സോ ആൻസർ എന്താണ്? ബി ആണ്. ഓക്കെ, സോ ജസ്റ്റ് ഒരു ഐഡിയ തന്നാണ് അബ്സല്യൂട്ട് ഫ്രേസും അപ്പോസിറ്റീവ് ഫ്രേസും എന്താണ് എന്നുള്ളത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് അപ്പോസിറ്റീവ് ഫ്രേസിനെയും അബ്സല്യൂട്ട് ഫ്രേസിനെയും നമുക്ക് എന്ത് ചെയ്തെടുക്കാൻ പറ്റും? ഡിഫറൻഷിയേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. ആൻഡ് ഇതിൽ നിന്ന് വരാവുന്ന മാക്സിമം സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, കാരണം ഇത് ഞാൻ ഇടയ്ക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് ഇങ്ങനെ പറഞ്ഞു, ഇത്രയും ലെവലിലൊന്നും SSC ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷേ എഡ്യൂക്കേറ്റീവ് പാറ്റേൺ ആയതുകൊണ്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം എന്താണെങ്കിലും എന്ത് ചെയ്യും? ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക തന്നെ ചെയ്യും. ഓക്കെ, അതാണ് നിലവിൽ എഡ്യൂക്കേറ്റീവ്യുടെ ഒരു ഇംഗ്ലീഷിന്റെ പാറ്റേൺ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വളരെ ഡെപ്തിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഈ അബ്സല്യൂട്ട് ഫ്രേസും അപ്പോസിറ്റീവ് ഫ്രേസ് ഒക്കെ പഠിഞ്ഞ സമയത്ത് നൗൺ ഫ്രേസ്, അജക്റ്റീവ് ഫ്രേസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടല്ലേ. അതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉള്ളവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഡെഫിനറ്റ്ലി പഴയ വീഡിയോസ് ഒക്കെ കാണാം. ആൻഡ് എന്ത് ചെയ്യാം? ഓരോ ഫ്രേസ് സെപ്പറേറ്റ്ലി എടുത്ത് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിൻ്റെയൊക്കെ പേരുകൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. പുതിയ പാറ്റേണിൽ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൻ്റെ ഓരോ പാർട്ട് ഓഫ് സ്പീച്ചിൻ്റെയും ഓരോന്നിൻ്റെയും ഓരോ വാക്കുകളുടെയും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സിൻ്റെയും ഫങ്ഷൻ എന്താണ്, അതിൻ്റെ പാർട്ട് ഓഫ് സ്പീച്ച് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, സോ എന്ത് ചെയ്യാം? കൃത്യമായിട്ട് പഠിക്കാം, മോക്കുകൾ അറ്റൻഡ് ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്. നന്നായി പ്രിപ്പയർ ചെയ്യാം കേട്ടോ.